വ്യാകുലയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് ആരാണ് എന്ന് നമ്മോട് ചോദിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസാണ് അതിന് മറുപടി നൽകിയത്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചിലർ സ്നാപകയോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയ എന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ആ തമ്പുരാൻ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ചോദിക്കുകയാണ്, ഞാൻ ആരാണ് നിങ്ങൾക്ക്? പത്രോസ് പറഞ്ഞ ഉത്തരമാണോ അതോ വ്യക്തിപരമായി നീ എനിക്ക് എൻ്റെ സർവസ്വവുമാണ്, എൻ്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമാണ് എന്ന് പറയുവാൻ തക്കതുപോലെ നാം വിശ്വാസത്തിൽ ആഴപ്പെടുകയും വചനം മാംസമെടുക്കുവാൻ തന്നെ വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മ ദൈവികമായ പദ്ധതി മനസ്സിലാക്കി അത് നിറവേറ്റുവാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയതുപോലെ അമ്മയോടൊപ്പം കാലിത്തൊഴുത്തിലും കാൽവരിയിലും തമ്പുരാനെ ലോകത്തിന് നൽകുവാൻ നാം തയ്യാറാണോ? തയ്യാറാകണം എങ്കിൽ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ശിമോൻ പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. 1 7 70 എത്രയെത്ര വാളുകളാണ് ഈ രക്ഷകനെ ലോകത്ത് നൽകുവാൻ അമ്മ സ്വീകരിച്ചത് എന്ന് കാണുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സഭയുടെയോ സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആരുടെയെങ്കിലും കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി മാത്രമേ അത് നേടിയെടുക്കാനാവുകയുള്ളൂ. അതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയോട് ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് യേശു പറഞ്ഞത്. കാൽവരിയിൽ സഹകാർമ്മികയായി സഹരക്ഷകയായി നിന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി മാറിയ പരിശുദ്ധ അമ്മ ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. ആ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മുടെ ജീവിതത്തിലെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം രക്ഷാകര അനുഭവങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പെരുമാനൂർ പള്ളിയുടെ ഒരു കൊച്ചു പള്ളിയായി രൂപപ്പെട്ട് പിന്നീട് അത് കപ്പൽ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള തീരുമാനങ്ങളെടുത്ത അവസരത്തിൽ ഈ പ്രദേശത്തെ ആളുകളോട് ഔദാര്യമായി അതിന് സ്ഥലം കൊടുക്കുവാൻ മോൺസിഞ്ഞോർ വടക്കുംതല ആവശ്യപ്പെടുകയും ആളുകൾ ഔദാര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ദേവാലയം രൂപപ്പെട്ടു വന്നത്, അതും വ്യാകുല മാതാവിൻ്റെ നാമധേയത്തിൽ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവേ. നിങ്ങളുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന ആചാര്യനല്ല നമുക്കുള്ളത്. ആ പ്രധാന ആചാര്യൻ്റെ സന്നിധിയിൽ അമ്മയോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഈ വിശുദ്ധ ബലിയിലൂടെ തമ്പുരാന് സമർപ്പിച്ച്
കഴിഞ്ഞ 50 വർഷക്കാലമായി ഈ കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് 50 വർഷക്കാലമായി ദൈവം നൽകിയ അനന്തമായ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുകയും ജീവിക്കുന്ന ഈ കാലഘട്ടം ഏറെ തീഷ്ണതയോടെ ജീവിക്കുവാനും നാളെക്കുറിച്ചുള്ള ആകുലതയില്ലാതെ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാനുമുള്ള എല്ലാ നൽവരങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യോഗ്യതയോടെ സമർപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും സർവശക്തൻ നമ്മോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ പ്രവേശിക്കാം.